ഹലോ ഗൈസ്, ഗുഡ് മോർണിംഗ്. വെൽക്കം ബാക്ക് ടു പി കെ കപ്പിൾസ്. പി കെ കപ്പിൾസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ നമ്മൾ മൂന്നാർ എത്തിയിട്ടുള്ള സെക്കൻഡ് ഡേ ആണ് കേട്ടോ. നമ്മുടെ ഫാമിലി ആയിട്ടുള്ള മൂന്നാർ ട്രിപ്പിൻ്റെ ഫസ്റ്റ് വീഡിയോ എല്ലാവരും കണ്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. കാണാത്തവരുണ്ടെങ്കിൽ വേഗം പോയി കണ്ടിട്ട് ഈ വീഡിയോ കാണാൻ വരാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ പ്രോഗ്രാം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 10:30 കൂടിയിട്ട് നമുക്ക് ഈ ഒരു റിസോർട്ട് വിട്ടിട്ട് മൂന്നാറിൻ്റെ കാണാത്ത ഭാഗങ്ങൾ കാണാം എന്നുള്ളതാണ്. ഒരു 8:30 ആയപ്പോഴേക്കും ഞാൻ എണീറ്റു കേട്ടോ. അപ്പോൾ എൻ്റെ കൂടെ ഒരാൾ ഒപ്പം എണീറ്റിട്ടുണ്ടായിരുന്നു, അല്ലുക്കുട്ടനെ ഞാൻ നൈസായിട്ട് തട്ടിപ്പൊത്തി കെടുത്തിയിട്ടുണ്ട്. പക്ഷെ അത് എന്താ പറയുക, താൽക്കാലികം മാത്രമാണ്. ഇപ്പം തന്നെ എണീറ്റ് വരും. അപ്പോൾ ഇവിടെ ഇങ്ങനെ ബാൽക്കണിയിൽ ഇങ്ങനത്തെ വ്യൂ ഒക്കെ ഉണ്ട്, ഗ്ലാസ് വ്യൂ ഒക്കെ ഉണ്ട്. അപ്പോൾ ഇങ്ങനെ നോക്കുമ്പോൾ പുറത്ത് മല, പിന്നെ ചെറിയൊരു വാട്ടർഫാൾസൊക്കെ കാണാം. പിന്നെ കുറേ സൗണ്ടുകൾ, ചീവിടിൻ്റെ ഒക്കെ ജി 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 എന്ന് പറഞ്ഞ സൗണ്ടുകളൊക്കെ ഉണ്ട്. താഴത്തേക്ക് നോക്കുമ്പോൾ കുറേ ബസ്സുകളൊക്കെ ആയിട്ട് രാവിലെ തൊട്ടിട്ട് ഇങ്ങനെ സൗണ്ട് കേൾക്കുന്നുണ്ട്. ടൂറിസ്റ്റ് ബസ്സുകളുടെ ഇപ്പോഴും പോയിക്കൊണ്ടിരിക്കുകയാണ്, തിരിച്ചും ഇങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങളതൊക്കെ പറയായിരുന്നു, നല്ല ക്യാമ്പ് ഫയറും സംഭവങ്ങളൊക്കെ നൈസായിരുന്നു. അപ്പോൾ ഈ റിസോർട്ടിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഞാൻ താഴെ കൊടുക്കാം കേട്ടോ. ഇന്നലെ അതേ അമ്മാമ്മരെ ഒക്കത്തുനിന്ന് ഇറങ്ങാത്ത കുട്ടിയായിട്ടായി ന്യൂസ്. ഇന്നിപ്പോൾ കാലത്തായപ്പോഴേക്കും അമ്മാമ്മനെ വേണ്ടെന്ന്. അപ്പം അമ്മ പറയുന്നു, പൊന്നും മോളെ അവനെ വിശ്വസിക്കാൻ പറ്റില്ല. ഇന്നലെ രാത്രി അടക്കം ഞാൻ പറിച്ചെടുത്തിട്ട് കൊണ്ടുവന്നിരുന്നത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അഞ്ജുൻ്റെ റൂമിലേക്ക് എത്തുമ്പോൾ ചേട്ടൻ ഇന്നലെ ഞാൻ പറഞ്ഞല്ലോ കഴിഞ്ഞ വീഡിയോസിൽ ഒട്ടും വയ്യായിരുന്നു, വയറുവേദനയൊക്കെ ആയിട്ട്. ഇപ്പോൾ ഗ്യാസിൻ്റെ ഇഷ്യൂസൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മുടെ ചലിക്കുന്ന മെഡിക്കൽ ഷോപ്പായിട്ടുള്ള നമ്മൾ ലീനമ്മ കൂടിയുള്ളപ്പോൾ ഒരു പേടിയും വേണ്ട, ഏത് അസുഖത്തിനുള്ള മരുന്നുകൾ കയ്യിലുണ്ടായിരിക്കും. അപ്പോൾ അതൊക്കെ കൊടുത്തപ്പോൾ സെറ്റായിട്ടുണ്ട്. അപ്പോൾ എങ്ങനെ എല്ലാവരെയും വിളിച്ചുണർത്തിയിട്ടുണ്ട്. വേഗം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം, കുടിക്കണം, അതാണ്. കുളിക്കാൻ പോവാ. കഴിഞ്ഞൂട്ടാ. നമ്മളെല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് താഴെയായിട്ട് വന്നിട്ടുള്ളത്. ഇഡ്ഡലിയും സാമ്പാറും ചമ്മന്തിയാണ് ബ്രേക്ക്ഫാസ്റ്റിനുള്ളത്. ചായ നമ്മൾ ഇവിടെ വെച്ച് കുടിക്കാട്ടോ ചെയ്തത്. ഇവിടെ നമുക്ക് വെച്ചിട്ടുണ്ടായിരുന്നു, തികയാണ്ട് വന്നപ്പോൾ രണ്ടമ്മമാർ അടുക്കളയിൽ കയറിയിട്ട് ചായ വെച്ചിട്ടുണ്ട്. ഞാനങ്ങനെ എടുത്ത് വെച്ചിട്ടുണ്ട് കടി. ഇത് വെറൊരു പ്രഹസനം മാത്രമാണ്. ഇങ്ങനെ 1 മണിക്കൂർ ഇരിക്കണം, ഇതിൽ നിന്നൊരു പകുതിയെങ്കിലും ഉള്ളിലേക്ക് പോകാനായിട്ട്. പാപ്പം കൊടുത്തിട്ട് കുളിപ്പിക്കാമെന്ന് വിചാരിച്ചിട്ടോ, അല്ലെങ്കിൽ ആ ഡ്രസ്സുമ്മലൊക്കെ വെക്കും. പിന്നെ അത് മാത്രമല്ല എല്ലായിടത്തും ഇരിക്കും. അപ്പോൾ ട്രൗസറുമൊക്കെ പൊടിയൊക്കെ ആയിരിക്കും. അപ്പോൾ കൈ പോണ നേരത്ത് കുളിപ്പിക്കാന്നുള്ളൊരു ഇതിലാണ് നിൽക്കുന്നത്. അപ്പം ഞാൻ കൊടുത്തിട്ട് ഉള്ളിൽ പോകാണ്ടായപ്പോൾ അത് അമ്മാമ്മ പരിശ്രമിച്ച് നോക്കുന്നുണ്ട്. അപ്പം അമ്മാമ്മ കഴിവിൻ്റെ പരമാവധി ചക്കരയെ പൊന്നെന്നൊക്കെ ആദ്യം വിളിപ്പിച്ച് കൊടുത്തു. പിന്നെ ലാസ്റ്റ് ഇട്ടാ ഇങ്ങോട്ട് വാടാ, എന്താണ് മക്കളെ നിങ്ങൾക്ക് തിന്നാൽ, നിങ്ങൾക്ക് എന്താണ് തിന്നാൻ പറ്റാത്ത രോഗമൊക്കെ ആയി. പിന്നെ ഇഡ്ഡലി ഇഷ്ടമാവണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ ബ്രെഡിൽ ജാമൊക്കെ കൊടുത്ത്, ഇവിടെ ജാമൊക്കെ ചുമ്മാ 2 നക്കാക്കിയിട്ട് അത് അവിടെ ഇട്ടിട്ട് പോയിട്ട്. അപ്പം കാശുക്കുട്ടനാണെങ്കിൽ എന്തോ ഒരു സങ്കടം, എന്തിനോ ചീത്ത പറയുന്നുണ്ട് അഞ്ചു. പെട്ടെന്ന് സങ്കടമായിട്ട് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവൻ്റെ കുളിയൊക്കെ കഴിഞ്ഞു കേട്ടോ. അവന് ഭക്ഷണം കൊടുത്തിട്ടുണ്ടെങ്കിൽ അധികം ഒറ്റയ്ക്ക് കഴിക്കുകയാണെങ്കിൽ നമുക്ക് ഡ്രസ്സുമൊക്കെ ആയിരിക്കും. 5 വാരി കൊടുക്കുകയാണെങ്കിൽ അങ്ങനെ ഡ്രസ്സൊന്നും ആക്കില്ല കേട്ടോ. അപ്പോൾ ഞങ്ങളിങ്ങനെ ഇവർക്ക് പാപ്പം കൊടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് താഴെ ഒരു പട്ടീനെ ഇവിടെ ഇങ്ങനെ ഒരു ചേട്ടൻ മോഷണമൊക്കെ കളയാൻ വേണ്ടിയിട്ട് കൊണ്ടുപോകുന്നുണ്ടായിരുന്നു. അവരോടൊക്കെ ഹായ് പറഞ്ഞു. അപ്പോൾ ഞാൻ ജസ്റ്റ് ഈ റിസോർട്ടിൻ്റെ ഒരു വ്യൂ കാണിച്ചു തരാം, അതായത് റൂമിൻ്റെ ഒക്കെ വ്യൂ. ഇതാണ് ഇവിടുത്തെ റൂം, നല്ല സ്പേഷ്യസ് ആട്ടോ. അതേപോലെ തന്നെ TV-യും വൈഫൈയും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഒരു ഗ്ലാസ് വിൻഡോ ഉണ്ട്, ബാൽക്കണിയാണത്. അവിടെ നോക്കുമ്പോൾ നല്ല വ്യൂ ഒക്കെയാണ്. ഒരു എന്താ പറയുക, ഹണിമൂൺ അല്ലെങ്കിൽ ഫാമിലി ആയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് അടിപൊളിയായിട്ട് ഇവിടെ നിന്നിട്ട് പോകാം, മൂന്നാർ കണ്ട് ആസ്വദിച്ചിട്ട് വരാം. മുകളിൽ 2 റൂമും, നല്ല വലിയ റൂം. താഴത്തൊരു 3 റൂമായിട്ടുള്ളത്. താഴത്ത് ശരിക്കും അപ്പാർട്ട്മെൻറ്റ് പോലെയാണ്. ബാത്റൂമൊക്കെ ആയാലും അടിപൊളിയാണ്, ഫെസിലിറ്റീസൊക്കെ ആയിട്ടുണ്ടെങ്കിലും. തൊട്ടിപ്പുറത്തും അതേപോലത്തെ റൂം തന്നെയാണ് കേട്ടോ. അതേ സൗകര്യങ്ങളോട് കൂടിയിട്ടുള്ള റൂം തന്നെയാണ്. ഇവിടുത്തെ ഏറ്റവും വലിയൊരു എന്താ പറയുക, ഒരു ഇതായിട്ട് തോന്നിയത് വൈഫൈ ഉണ്ട് എല്ലായിടത്തും. ഇപ്പോൾ എല്ലാ ഹോട്ടൽസും ഇപ്പോൾ വൈഫൈ ഉണ്ട്. നമുക്ക് യൂസ് ചെയ്യാനായാലും പിള്ളേരൊക്കെ കൊണ്ട് പോകുമ്പോഴേ TV-യിലൊക്കെ അവർക്ക് കാർട്ടൂണും സംഭവങ്ങളൊക്കെ നമുക്ക് വെച്ചെടുക്കാം. അതൊരു വലിയൊരു ഭാഗ്യമായിട്ട് സത്യം പറഞ്ഞാൽ.
പിന്നെ ഇവർ തന്നെ ഒരുക്കിയിട്ടുള്ള കുറച്ച് പ്ലേ ഏരിയ ഒക്കെ ഉണ്ട്, ക്യാരംസ് ഒക്കെ കളിക്കാം. പിന്നെ താഴെ കുറേ സ്പേസ് ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ വീട്ടിൽ നിന്ന് എന്തെങ്കിലും എൻ്റർടൈൻമെൻ്റ് ആയിട്ടുള്ള സംഭവങ്ങൾ കൊണ്ടുവരാണെങ്കിൽ നമുക്ക് ഇവിടെ വെച്ച് കളിക്കാം കേട്ടോ. അങ്ങനെ ഇന്നലത്തെ ഒരു സ്റ്റേ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അടിപൊളി തന്നെയായിരുന്നു. പിന്നെ നമ്മളെല്ലാവരും കൂടി ഉള്ളതുകൊണ്ടാകുമ്പോൾ പിന്നെ പറയണ്ട, നമ്മൾ എവിടെയാണെങ്കിലും അടിച്ച് പൊളിക്കില്ലേ. അപ്പോൾ എല്ലാവരും ഏകദേശം റെഡി ആയി കഴിഞ്ഞു. ഞാനൊക്കെ ഡ്രസ്സൊക്കെ ഇട്ട് താഴത്തേക്ക് അഞ്ചുതേ താഴത്ത് വന്നിട്ട് വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇവിടെയാണെങ്കിൽ എന്തോ കാര്യം പറഞ്ഞ് വാശി പിടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അല്ലുവിനാണെങ്കിൽ ഇപ്പോൾ ഭയങ്കര വാശിയാണ്. ചെറിയൊരു കാര്യത്തിന് വാശി തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അത് നിർത്താൻ കുറച്ച് പാടാണ്. ആ കുട്ടീനെ എന്തെന്നെ കാണിച്ചിട്ട് നമ്മൾ എന്താ പറയുക ഇതാക്കാൻ നോക്കിയാലും അവനൊന്നും മറക്കൂല. അതെനിക്ക് എന്താണെന്ന് അറിയില്ല കേട്ടോ. അതൊക്കെ സ്വാഭാവികമാണ് കുട്ടികളിലുള്ളത്. പിന്നെ നമുക്ക് ഈ ട്വിൻസ് ആയതുകൊണ്ടേ നമുക്ക് ഏത് സമയം ഇതന്നെയും മനസ്സിലായി. ട്വിൻസ് എന്നല്ല, നമുക്ക് ട്രിപ്ലറ്റ്സ് ആണ്. അപ്പോൾ ഇവർ 3 വാശിയും ഇതന്നെയാണ് നമുക്ക് ഈ കാതിലിങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പം അതിൻ്റെ കൊണ്ടായിരിക്കും. ഇപ്പോൾ ഇന്നലെ കാറിൽ വരുമ്പോൾ എന്നോട് അഞ്ചു പറയാൻ, എനിക്ക് ഈ പ്രാവശ്യത്തെ ഏതെങ്കിലും ഒരു വാർഷികം അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒരു പരിപാടി ഉണ്ടെങ്കിൽ നിനക്ക് ഞാൻ ഒരു പുരസ്കാരം തരും, ബെസ്റ്റ് മദർ എന്നുള്ളൊരു പുരസ്കാരം നിന്നെ ഞാൻ ഏൽപ്പിക്കും. അപ്പം ഞാൻ പറഞ്ഞു ഡാവിഞ്ചി പ്രതിമ വേണമെങ്കിൽ റെഡിയാക്കിക്കോളൂ, എൻ്റെ ഫോട്ടോ തരാം എന്നൊക്കെ പറഞ്ഞിട്ട്. ഇന്നലത്തെ സ്റ്റേ ഒക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ മൂന്നാറത്തെ പല ഭാഗങ്ങൾ കാണാൻ വേണ്ടിയിട്ട് വീണ്ടും ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നല്ലതായിരുന്നു. അതായത് നല്ലോണം റിലാക്സ് ചെയ്ത് നമ്മുടെ ക്യാമ്പ് ഫയർ ഒക്കെ ആണെങ്കിൽ അടിപൊളിയായിരുന്നു അല്ലേ. പിന്നെ ജീപ്പ് സഫാരി ഒക്കെ കഴിഞ്ഞ് വന്നിട്ട് പക്ഷെ വേറെ കാര്യമുണ്ട്, ജീപ്പ് സഫാരി അടിപൊളിയായിരുന്നു. അതായത് മൂന്നാറ് ശരിക്കും നമ്മള് ശരിക്കും ഞാൻ പറഞ്ഞ ടൗണിലൊക്കെ പോണേക്കാളും നമ്മൾ ഇതേപോലെ വന്നിട്ട് ഇങ്ങനെ റൂം എടുത്ത് ഒരു ജീപ്പ് സഫാരി ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ മൂന്നാർ എപ്പോഴും ടോപ്പിക്കിൽ പോവാ, കണ്ട സ്ഥലങ്ങളിൽ വീണ്ടും കാണും. പക്ഷെ ഇതങ്ങനല്ല, ഞങ്ങൾ അങ്ങനെയാണ് പോവാ. ചില ആൾക്കാർ പോകണ്ടാവായിരിക്കട്ടല്ലോ. ഒരു 3 സ്ഥലം വേറൊരു ആദ്യമായിട്ട് കണ്ടതന്നെയായിരുന്നു കേട്ടോ. അടിപൊളിയായിരുന്നു. പക്ഷെ അതിനേക്കാൾ രസമായിരുന്നു ജീപ്പിൽ പോകാനായിട്ട്. നല്ല മഴയായി, നല്ല ഇടിയായി, നല്ല മിന്നലായിരുന്നു. റൂമിൽ ഇങ്ങനെ ഇരിക്കുന്നേക്കാൾ നമുക്ക് നോർമൽ ഇവിടെ നല്ല റേറ്റ് കുറവാണ്, ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ്. നമുക്ക് ഫാമിലി ആയിട്ടാണെങ്കിലും ബാച്ചിലേഴ്സ് ആയിട്ടാണെങ്കിലും പിന്നെ ഈ പറഞ്ഞൊരു കപ്പിൾസ് ആണെങ്കിലും വന്നു കഴിഞ്ഞാൽ അടിച്ച് പൊളിക്കാം. സൂപ്പറാണ്. കാരണം റൂമിന്റെ റേറ്റ് അനുസരിച്ചാണെങ്കിലും ബാക്കി ഇവിടുത്തെ ഫെസിലിറ്റീസ് ആയിക്കോട്ടെ എല്ലാ സംഭവങ്ങളും ഇവിടുന്ന് ഭക്ഷണം കഴിക്കാം, ജീപ്പ് സഫാരി ഇവിടെ പറയാം, എല്ലാ സെറ്റും തിരിച്ചു വരാം. അപ്പൊ മൂന്നാർ നിങ്ങൾ കാണും. നമ്മൾ വിചാരിക്കും മൂന്നാറിൽ ഇന്ന സ്പോട്ടുകൾ മാത്രമേ കുറേ സ്ഥലങ്ങളുണ്ട്. സ്ഥലങ്ങള് എന്തൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കുറേ സ്പോട്ടുകളുണ്ട്. അതൊക്കെ ഈ പറഞ്ഞ പോലെ നമുക്കറിയില്ലായിരിക്കും, പക്ഷെ ഇവിടുത്തെ ഈ ജീപ്പ് ഓടിക്കുന്ന ചേട്ടന്മാർക്ക് നന്നായിട്ട് അറിയാം. പിന്നെ നമ്മുടെ ഈ മിസ്റ്റി വിങ്സ് വരുന്നത് നമ്മുടെ ഈ മൂന്നാറിലേക്ക് പോണ ഹൈവേയിൽ തന്നെയാണ്, റൈറ്റ് സൈഡിലാണ്, സോറി ലെഫ്റ്റ് സൈഡിലാണ്. അപ്പോൾ ഇവരുടെ ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ എന്തായാലും കൊടുത്തിരിക്കുക. നിങ്ങൾക്ക് വരാൻ താല്പര്യമുള്ള ആൾക്കാർക്ക് എന്തായാലും വരാം, ഇവരായിട്ട് കോൺടാക്ട് ചെയ്ത് നോക്കാം. അടിച്ചു പൊളിച്ചോ. കാരണം നമുക്ക് എൻജോയ് ചെയ്യാം, അടിപൊളിയായിട്ട് എൻജോയ് ചെയ്യാനുള്ള എല്ലാ സെറ്റപ്പും ഇവർ ഉണ്ടാക്കി തരും. ട്രക്കിങ് നല്ല ക്ലൈമറ്റ് ആണ് ഇവിടെ വരാനായിട്ട്. ഒരു ചൂടും തണുപ്പൊക്കെ കലർന്നൊരു അടിപൊളിയായിരുന്നു. ഞങ്ങളായിരുന്നു വഴി പറഞ്ഞു കൊടുത്തത് ചേട്ടൻ. ഇറങ്ങട്ടെ ഞങ്ങളപ്പോ അടുത്ത സ്ഥലത്തേക്ക് ഇറങ്ങാണ്. എല്ലാ രീതിയിലുള്ള സെറ്റപ്പുകളും കാര്യങ്ങളും ചെയ്തത് നമ്മുടെ ആദർശമാണ്. ആദർശം ഇപ്പൊ മിക്കവാറും ഈ ഒരു മാസം ഉണ്ടാവും വിചാരിക്കല്ല. ഇവർക്ക് തന്നെ വേറെ പ്രോപ്പർട്ടീസ് ഒക്കെ തിരുവനന്തപുരത്ത് പല സ്ഥലത്തുണ്ട്. അപ്പോൾ അവിടെയൊക്കെ ഓളിനോളായിട്ട് നടക്കുന്നത് നമ്മുടെ ആദർശമാണ്. അപ്പോൾ ഇവിടെ നമ്മൾ വരുന്ന സ്പെഷ്യലായിട്ട് ആദർശനെ കൊണ്ടുവന്നായിരുന്നു. നമുക്ക് വേണ്ട ജീപ്പ് സഫാരി തുടങ്ങിയിട്ട് ഫുഡ് അല്ലെ, ക്യാമ്പ് ഫയർ എല്ലാ പരിപാടിയും സൂപ്പറായിട്ട് സെറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ താങ്ക് യു സോ മച്ച് ആദർശ്. നമുക്ക് ഇനി വീണ്ടും കാണണം. അങ്ങനെ നമ്മൾ ഇവിടുന്ന് ഇറങ്ങാൻ കേട്ടോ. അപ്പോൾ പോണ സമയത്താണ് ചേട്ടൻ ഗ്ലാസ് നിറച്ച് അഴുക്ക് കണ്ടിട്ടൊന്ന് കഴുകാമെന്ന് വിചാരിച്ചത്. ഇതിൻ്റെ ഉള്ളിൽ ഞാൻ കയറിയിരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഇനിയിപ്പോൾ എന്താ, ഇനി നമ്മൾ ഏതൊക്കെയോ സ്ഥലങ്ങൾ പറയുന്നുണ്ടായിരുന്നു. മറ്റേ മറയൂർ ചന്ദനത്തോട്ടം, പിന്നെ മറയൂർ തന്നെ ശർക്കര ഉണ്ടാക്കുന്ന സ്ഥലമില്ലേ, അവിടേക്കൊക്കെ പോകണം. പിന്നെ പോണ വഴിക്ക് വേറെ എവിടേക്കോ ഇരവി നാഷണൽ പാർക്കിൽ ഇരവിക്കുളം അവിടേക്ക് കയറാം എന്നൊക്കെ പറയുന്നുണ്ട്. റിസോർട്ടിൽ നിന്ന് പോകുന്ന അടുത്ത സ്ഥലത്തേക്ക് പോണേ മറയൂരത്തെ ശർക്കര തിന്നണം അല്ലെ, കാന്തല്ലൂര് മറയൂര് ഒക്കെ പോയിട്ട് വരാം. കണ്ണത്തിന് നല്ലൊരു ക്ഷീണം, ഒന്നും കുഴപ്പമില്ലല്ലോ, ഉറക്കം വരുന്നതുകൊണ്ട് ഇല്ല അല്ല കുഴപ്പമില്ല. പാറുമോളെ എന്ത് പറ്റി പാറുനി? പേടിക്ക, നമ്മള് സ്ഥലത്തിട്ടെ മേടിക്കാനുള്ള സ്ഥലത്തിട്ടെ കേട്ടാ, കണ്ട് മേടിച്ചോ കേട്ടാ. വെളിച്ചം വന്നപ്പോ എന്ത് രസം കാണാനായിട്ട്.
സത്യം പറയാലോ ഗൈസ്, ഈ പോണ റൂട്ട് അടിപൊളിയായിരുന്നു കേട്ടോ. അതായത് സ്ഥലങ്ങളൊക്കെ കാണാൻ നല്ല രസമുണ്ടായിരുന്നു. ഞാൻ വലിയ ടൂറൊന്നും പോയിട്ടില്ലെങ്കിൽ പോലും ഈ ഒരു ടൂറ് ഈ ഒരു സ്ഥലങ്ങളൊക്കെ കാണാത്തതായിരുന്നു മൂന്നാറൊക്കെ. എന്ത് രസമായിരുന്നു അറിയാം കാണാനായിട്ട്. പിന്നെ പോണ വഴിക്ക് നല്ല ഫ്രഷ് ക്യാരറ്റ് കണ്ടപ്പോൾ അവിടെ നിർത്തി. അതും ഒരു കെട്ട് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, എത്രയോ പൈസ എങ്ങാണ്ട് പറഞ്ഞു. പിന്നെ തൊട്ടപ്പുറത്ത് തന്നെ ഉപ്പിലിട്ട് എന്തൊക്കെ ഉണ്ടായിരുന്നു, അതും വാങ്ങിച്ചു. നമ്മളെ എപ്പോഴും മൂന്നാറെന്ന് പറയുമ്പോൾ കുറച്ച് സ്പോട്ടുകളുണ്ടാവും, അവിടെ തന്നെ പോയിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ. പക്ഷെ ഇത് വേറെ റൂട്ടിൽ കൂടെ ഒക്കെ പോയപ്പോൾ എന്ത് രസമാണ്. അതായത് ഞാനൊക്കെ ഒരു വാവ് എന്നൊക്കെ പറയുന്നത് ഭയങ്കര അപൂർവം. എനിക്ക് അത്രയും മനസ്സിലങ്ങോട്ട് തട്ടിയാൽ മാത്രമേ വാവ് അങ്ങനെ സംഭവമുള്ളൂ. അല്ലെങ്കിൽ ഓക്കെ കൊള്ളാം, അത് ഓരോരുത്തരുടെ ക്യാരക്ടറാണല്ലോ. പക്ഷെ ഇങ്ങനെ ഞങ്ങൾ പോണ റൂട്ടിലത്തെ ഓരോ സ്ഥലങ്ങൾ കണ്ടിട്ട് എനിക്ക് ശരിക്കും പറയുക അതിശയം, എന്ത് രസമല്ലേ കാണാനായിട്ട്, എത്ര ശാന്ത സുന്ദരമാണ്. അപ്പം ഞങ്ങൾ ആലോചിക്കുന്നു ഇവിടെയുള്ള ആൾക്കാർക്കൊക്കെ നമ്മുടെ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കില്ലേ ഈ ഇത്രയും ഒച്ചയും ബഹളമൊക്കെ. നമ്മ അങ്ങോട്ട് പോകുമ്പോൾ അങ്ങോട്ട് കയറി കയറി പോകല. അയ്യോ എന്റെ 2 ജനോട് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. നമ്മളെ ഈ രവികുളം നാഷണൽ പാർക്കിൻ്റെ അടുത്തെത്താറായപ്പോൾ അവിടെ മറ്റേ പൈനാപ്പിൾ നിൽക്കുന്നൊരു ചേച്ചി പറഞ്ഞു, നിൽക്കുക അവിടെ 2 ആനകളുണ്ട്, അങ്ങോട്ട് നോക്കുക എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾക്ക് 3 പൈനാപ്പിളിൻ്റെ പാക്കറ്റ് പിടിപ്പിച്ചിട്ട്. പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, നല്ല മധുരമുള്ള പൈനാപ്പിളായിരുന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ആനനൊക്കെ കണ്ട് തിരിച്ചു വന്നപ്പോൾ വേറെ 2 പാക്കറ്റും കൂടി വാങ്ങിച്ചു. ചേട്ടൻ വാങ്ങിക്കുന്നുണ്ടായിരുന്നു. ഒരു 2 ആന ഉണ്ടായിരുന്നു കേട്ടോ, നല്ല ഉണ്ടപ്പി ആനകൾ. അത് കാണാൻ നല്ല രസമുണ്ടായിരുന്നു. കണ്ടപ്പോൾ രസം. ഈ പറഞ്ഞപ്പോൾ നമ്മൾ ആനയൊന്നും കാണാത്താണെങ്കിലും പോണ വഴിക്കൊക്കെ ഇങ്ങനെ കാണുമ്പോൾ രസം തന്നെയാണല്ലേ. അപ്പോൾ ഇതേ പൈനാപ്പിൾ കഴിച്ചു കൂട്ടാ. പൈനാപ്പിളിൽ എന്തൊരു മധുരമായിരുന്നു അറിയോ, ഭയങ്കര നൈസായിട്ട് അവർ കട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ വിചാരിച്ചു കുറച്ചുകൂടി വലിയ കഷ്ണമൊക്കെ ആണെങ്കിൽ ഒരു കഷ്ണം നിന്ന് നമ്മൾ വയറ് അറിയുമായിരുന്നു. പക്ഷെ അത് അവർക്ക് നഷ്ടമാണല്ലോ. അങ്ങനെ ഞാൻ ഈ രവികുളം ഈ നാഷണൽ പാർക്ക് കേട്ടിട്ടുള്ളൂ കേട്ടോ, ഓരോരുത്തരൊക്കെ പോയിട്ട് പറയണതും ഇങ്ങനെ കേൾവിയുള്ളൂ. അപ്പോൾ എന്തായാലും ഇവിടെ ഒന്ന് കാണാമെന്ന് വിചാരിച്ചു. ഇവിടെ കയറിയിട്ടുണ്ടെങ്കിൽ കുറച്ച് സമയമാവും എന്ന് പറഞ്ഞു, കുറേ സംഭവങ്ങളൊക്കെ കാണാനും ഇതാക്കാനൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ എന്തായാലും നമുക്കൊന്ന് എക്സ്പീരിയൻസ് ചെയ്യാം. കാരണം മൂന്നാറിൽ വന്നാൽ ഇങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ തന്നെയാണോ ഉള്ളത്. അപ്പോൾ ഇവിടെയൊക്കെ കയറി കണ്ടാലേ നമുക്കത് വേറൊരാളോട് പറയാനും നമ്മുടെ ഓർമ്മയിൽ നിൽക്കുള്ളൂ അല്ലേ. നമ്മൾ വരുന്ന വഴിയാണെങ്കിൽ ഒരുപാട് യാത്രാ സൗന്ദര്യം ആസ്വദിച്ചു കൂട്ടാ, അടിപൊളിയായിരുന്നു. പിന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് കാണാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇവിടുത്തെ ചേട്ടന്മാരൊക്കെ പോയിട്ട് ടിക്കറ്റും സംഭവങ്ങളൊക്കെ എടുക്കുകയാണ്. അപ്പോൾ ഉണ്ണികളൊക്കെ ഓരോരുത്തരായിട്ട് ഇവിടെ ഇറക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ആണെങ്കിൽ നല്ല തിരക്കുണ്ട്. ഇവിടെ തന്നെ ഫുഡ് കോർട്ടും ഉണ്ട്, ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. പിന്നെന്തോ VR എന്നങ്ങനെയല്ല പറയുക, വെർച്വൽ റിയാലിറ്റി ആ സംഭവങ്ങൾ അതൊക്കെ ഉണ്ടെന്നൊക്കെ പറയണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ഇവിടെ കയറാൻ കുറച്ച് സമയം ഇവിടെ കളയാമെന്ന് വിചാരിച്ചു. അതിനുശേഷം മറ്റേ ആ ചന്ദനത്തോട്ടം അതൊക്കെ ഉണ്ടല്ലോ അവിടേക്ക് പോകണം. പിന്നെ അച്ഛന് ഭയങ്കര ആഗ്രഹമായിരുന്നു ആ ശർക്കര ഉണ്ടാക്കണം, മറയൊരു ശർക്കര ഉണ്ടാക്കുന്ന സ്ഥലത്ത് പോയിട്ട് അതൊക്കെ കാണുന്നൊക്കെ ഉള്ളത്. അപ്പോൾ ഇതേ ഇവിടെയാണ് നമ്മളിതിൻ്റെ ടിക്കറ്റ് എടുക്കുന്ന കണ്ട ടിക്കറ്റിൻ്റെ കൗണ്ടറിലൂടെ എത്രയോ അങ്ങാണ്ട് പൈസയായിരുന്നു. അപ്പോൾ അതിൽ എനിക്ക് നിധിച്ചേട്ടനും പോയിട്ട് ടിക്കറ്റൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ അപ്പോഴേക്ക് ഇവരൊരു ഫോട്ടോ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് നിന്നപ്പോഴാണ് നമ്മുടെ കുറച്ച് കുട്ടി സബ്സ്ക്രൈബേഴ്സൊക്കെ വന്നിട്ട് നമ്മളെ കൊടുന്ന് ഫോട്ടോ എടുത്തിട്ടാണ്. നമ്മൾ ഈ യാത്ര പോയപ്പോൾ ഒരുപാട് പേര് നമ്മളോട് വന്ന് സംസാരിച്ചിട്ട്, അതായത് മലയാളീസും അതേപോലെ തന്നെ അവിടെയുള്ള തമിഴ് അവർക്കൊക്കെ നമ്മളറിയാം. അപ്പം ഭയങ്കര സന്തോഷമായിട്ട് നമുക്ക് ഇതിപ്പോൾ ഈ കാണിക്കുന്നത് പോപ്കോണിന് വേണ്ടിയുള്ള അടിയാണ്. ഒരെണ്ണം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. ആ സാധനം ആ പാക്കറ്റ് എല്ലാവരെയും കയ്യിൽ പിടിക്കുന്നിട്ടുള്ള വാശിയിലായിരുന്നു കേട്ടോ. ഒന്നും പറയേണ്ട കാര്യം. നമ്മൾ നൈസായിട്ടൊന്ന് പ്ലാൻ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഇവിടുന്ന് ഫുഡ് കഴിച്ചിട്ട് ജസ്റ്റ് VR കൂടി ഒന്ന് ട്രൈ ചെയ്തിട്ട് ഇവിടുന്ന് സ്കിപ്പ് ആകാം. കാരണം ഇതിനുള്ളിൽ കയറിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരു 4 മണി 4:30 ആവത്ര തിരിച്ചിറങ്ങാനായിട്ട്. ഇവിടെ കയറുന്നതുകൊണ്ടല്ല, കാരണം നമ്മൾക്ക് ഇവിടെ നിന്ന് തിരിച്ച് പോകണമെങ്കിൽ പിന്നെ ഇപ്പോൾ ചന്ദനത്തോട്ടം കാണണം, മറയൂരൊക്കെ പോയിട്ട് വരണമെങ്കിൽ രാത്രി കോടൊക്കെ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ നമുക്ക് പോകാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. മഴയും കൂടി പെയ്താൽ പറയണേ. എനിക്ക് ഇന്നലെ എല്ലാം പേടിയേ. അങ്ങനത്തെ ഒരു അന്തരീക്ഷമാണെങ്കിൽ എനിക്ക് വണ്ടി ഓടിപ്പിക്കാൻ പറ്റില്ല ഇവർക്ക്. കാരണം ഇവർ അത്ര എക്സ്പീരിയൻസ്ഡ് ആയ ആൾക്കാരല്ല, അതായത് കോടൊക്കെ ഉള്ള സ്ഥലങ്ങൾ ഓടിപ്പിക്കാനായിട്ട്. കാരണം പിറ്റൂസാണെങ്കിൽ ഇവർക്ക് ജോലിക്ക് പോകണം, 2 അമ്മമാർക്കും ജോലിക്ക് പോകണം. ഇപ്പോഴെല്ലാം സമയം ഇത്രയായി. നമ്മൾ ഈ ഒരു സമയത്ത് തന്നെ നമ്മൾ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ നമ്മൾ വീട്ടിലെത്താൻ ഏകദേശം ഒരു സമയമായിരിക്കും. അപ്പോൾ പിന്നെ ഇവിടെയും കൂടിയും കഴിഞ്ഞ് ബാക്കി 2 സ്ഥലങ്ങളിലേക്ക് എന്തായാലും പോകണം. അപ്പം അവിടെയും കൂടി പോയിട്ട് വരുമ്പോൾ എന്തായാലും ലേറ്റ് ആയിരിക്കും.
കേസ്. അപ്പോൾ ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ പോവാണ്. ഭക്ഷണം കഴിച്ച് കഴിഞ്ഞിട്ട് വന്നിട്ട് ബാക്കി വിശേഷങ്ങൾ കാണാം. നമ്മളിപ്പോൾ ഇതേ ഫുഡ് അടിക്കാനായിട്ട് ഇരിക്കുന്നത് അതിൻ്റെ ഉള്ളിൽ കൂടെ കടന്നു വന്നിട്ട് കുറച്ച് പേർക്ക് നോൺ പറഞ്ഞിട്ടുണ്ട്, സാധാരണ ഊണുമൊക്കെ പറഞ്ഞിട്ടുണ്ട്. കഴിച്ചാൽ മതിയായിരുന്നു ഫുഡ്. രാവിലെ തന്നെ ഫുഡ് കുറച്ചേ കഴിച്ചുള്ളൂ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഉച്ചയ്ക്കെങ്കിലും ബിരിയാണിയും ചിക്കനൊക്കെ കാണുമ്പോൾ കുറച്ചധികം കഴിക്കുന്നത് ഇവിടെ. ചേട്ടനപ്പോൾ ഊണാ പറഞ്ഞ കാരണം ഇന്നലെ അല്ല ചേട്ടൻ വയറിന് സുഖം ഉണ്ടായിരുന്നില്ലല്ലോ. അപ്പോൾ ഊണപ്പോൾ കറികളൊക്കെ ഓക്കെ ആയിരുന്നു. അവിടുത്തെ ആ ഒരു നാട്ടിലത്തെ സ്റ്റൈലുള്ള കറികളും സംഭവങ്ങളൊക്കെ ആയിരുന്നു. ബിരിയാണി ആയാലും ഓക്കെ ആയിരുന്നു. പിന്നെ എല്ലാത്തിലും ഇച്ചിരിക്കോളം ഉപ്പൊന്ന് കുറവായിരുന്നു. എനിക്ക് അങ്ങനെ ഇടണതായിരിക്കും അല്ലേ. എന്തായാലും ഹൈനൂസ് ഭയങ്കര കുറവേ കഴിച്ചുള്ളൂ കേട്ടോ. അല്ലുക്കുട്ടൻ വീണ്ടും പിന്നെ ഫോണൊക്കെ വെച്ച് കൊടുത്തപ്പോൾ കുറച്ചൊക്കെ ഇരുന്ന് കഴിച്ചു. അതിന് ഓരോ വായ കൊടുക്കുമ്പോഴും ഞോ ഞോ ഞോ. ഇപ്പോൾ പുതിയൊരു വാക്കുണ്ട്, പുതിയല്ല പഴയതുണ്ട്, പക്ഷെ ഇപ്പം അത് മോഡുലീകരിച്ച് ഞോ ഞോ അങ്ങനെ കൈ കൊണ്ടൊക്കെ വലിയ ആൾക്കാർ പറയില്ലേ, അതേപോലെയൊക്കെ ഇനി സംസാരിക്കും കുട്ടി. അപ്പം ഞാൻ പറയാം അതിനോ സാധാ പിള്ളേരെ പോലെ നോനോ പറഞ്ഞാൽ മതി, അല്ലാണ്ട് ഞോ ഞോ പറയില്ല എന്നൊക്കെ പറയും. എന്തായാലും നമ്മളെ അമ്മമാർക്ക് പിള്ളേരെ ചീത്ത പറഞ്ഞ് കഴിഞ്ഞതിന് ശേഷമായിരിക്കും വിഷമാവുക. എനിക്ക് ആ സമയത്ത് എനിക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം വരും കേട്ടോ. നന്നായിട്ട് അടിക്കാനൊക്കെ തോന്നും. പക്ഷെ അത് കഴിച്ചു ചെറിയ മക്കളല്ല, അവരെ പ്രായം ഇതല്ലേ എന്നൊക്കെ വിചാരിക്കും. അപ്പോൾ അതേ ഫുഡൊക്കെ കഴിച്ച് വന്നപ്പോൾ ആദ്യം നമ്മുടെ ഈ 3 വൃദ്ധജനങ്ങളെ പിയറിൽ കയറ്റാമെന്ന് വിചാരിച്ചു. അങ്ങനെ അവർക്ക് ആ ഒരു സംഭവമൊക്കെ വെച്ചു കൊടുക്കണം. ആ ഒരു ഗ്ലാസ്സിലെ സംഭവങ്ങളൊക്കെ വെച്ചു കൊടുത്തപ്പോൾ ഞാൻ എൻ്റെ മനസ്സിലുള്ളത് ഞാൻ ഒരു ടൈം ട്രൈ ചെയ്തിട്ടുണ്ട്. ചെന്നൈയിൽ പോയപ്പോൾ ട്രിച്ചിയിൽ പോയപ്പോൾ അതിന് കെട്ടിടത്തിൻ്റെ മുകളിൽ നിന്ന് ഇങ്ങനെ വീടിനൊക്കെ പോലെയൊക്കെ ആയിട്ടൊരു സംഭവമായിരുന്നു. ഇങ്ങനെ ശരിക്കും ഇങ്ങനെ ഒഴുകി ഇങ്ങനെയൊക്കെ വീണം. അപ്പോൾ ഇതെന്താണെന്ന് എനിക്കറിയില്ല. അപ്പോൾ ഇവരൊക്കെ സൈലൻ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. എന്തോ ഒരു സിനിമ കണ്ടിരിക്കുന്നതിൽ അകത്തോട് അടിച്ചായിട്ട് ഇരിക്കുന്നത്. അവസാനമായപ്പോഴതേ ഇവരിങ്ങനെ എണിപ്പിച്ച് നിർത്തിയത് ചുറ്റും ഇങ്ങനെ കറങ്ങി ഇവരൊക്കെ കാണുന്നുണ്ട് എന്തൊക്കെയോ. അപ്പോൾ ഇവർ കാണുന്ന സംഭവങ്ങളൊക്കെ നമുക്ക് മിററിൽ കാണാം കേട്ടോ. അപ്പോൾ ഈ ഒരു ഇരവിക്കുളം നാഷണൽ പാർക്കിൻ്റെ തന്നെ സംഭവങ്ങളാണ് ചെറിയൊരു ഷോർട്ട് ഫിലിം പോലെ ആയിട്ടാണ് ഇവരെടുത്ത് കാണിക്കുന്നത്. അപ്പോൾ അത്രേ ഉള്ളൂ അവിടെ. അപ്പോൾ നമ്മളെടുത്തത് വീണ്ടും നമ്മുടെ സബ്സ്ക്രൈബേഴ്സൊക്കെ വന്ന് സംസാരിച്ചു, ഫോട്ടോ കൊടുത്തുട്ടോ. അടുത്തായിട്ട് എനിക്കിത് ട്രൈ ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമാണ്. ഇത് നിന്നിട്ടൊക്കെ കണ്ടിട്ടില്ല, നമ്മൾ നിന്നിട്ട് ഇങ്ങനെ വീഴാൻ പോണ പോലെയൊക്കെ. അതെനിക്ക് ട്രൈ ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹം കേട്ടോ. അത് എവിടെ ഉള്ളതെന്ന് എനിക്കറിയില്ല. നമ്മൾ ശരിക്കും വീടിൻ്റെ പോലെയൊക്കെ ഉണ്ടാവില്ലേ. ഇതിപ്പോൾ എന്താ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ്. ഇവിടെ ഇത്ര വിസ്തൃതിയുണ്ട്, സംഭവങ്ങളുണ്ട്, ഇവിടെ അങ്ങനെ ഉണ്ട് അങ്ങനെ എന്നുള്ള സംഭവം. നല്ലൊരു ചെറിയൊരു ഷോർട്ടായിട്ട് ഈ ഇരവികുളം നാഷണൽ പാർക്ക് എന്താണെന്നുള്ളൊരു സംഭവം ചെറിയ ഷോർട്ടായിട്ട് നല്ല രസമുണ്ടത് കാണാനായിട്ട് കേട്ടോ. ജസ്റ്റ് 100 റുപ്പീസ് അങ്ങനെ ഉണ്ടായിരുന്നുള്ളൂ. അതിനത് വെർത്താണെന്ന് എനിക്ക് ഫീൽ ചെയ്തു. ഏറ്റവും ലാസ്റ്റ് നമ്മളിങ്ങനെ എണീറ്റ് നിൽക്കുമ്പോൾ ഇങ്ങനെ ശരിക്കും നമുക്കിങ്ങനെ 360 ഡിഗ്രിയിൽ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് അവിടുത്തെ എല്ലാ സംഭവങ്ങളും ശരിക്കും ഒരു ടോപ്പിൽ നിന്ന് നോക്കുന്ന പോലത്തെ എല്ലാ സംഭവങ്ങളും കാണാം. അതൊരു അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പാറുട്ടൻ ഇതിലുണ്ട്. ഞങ്ങൾ കൂടെ വന്ന് അത്ര നേരം ഇരുന്നു. പിന്നെ അവളതൊക്കെ ഫുള്ള് തന്നെ കണ്ടിരുന്നു. ഞാൻ വിചാരിച്ചിരുന്നില്ല കേട്ടോ അവളിത് കണ്ടിരിക്കുന്നു, കാരണം അവൾക്ക് പേടിയാവുന്നൊക്കെ വിചാരിച്ചു. പക്ഷെ അവൾ ഓക്കെ ചെയ്തു കേട്ടോ. അത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഒരു പോപ്കോൺ കൂടി വാങ്ങിച്ചു. കാരണം നേരത്തെ പോപ്കോൺ കിട്ടിയിട്ട് പിള്ളേർക്ക് കഴിക്കാനുള്ള ഉണ്ടായിരുന്നില്ല, മണപ്പിക്കാനുള്ള ഉണ്ടായിരുന്നില്ല. അപ്പോൾ അവരും കൂടി വാങ്ങിച്ചിട്ടുണ്ട്. അയിനൂസിൻ്റെ കയ്യിൽ ആ പാക്കറ്റ് കൊടുത്തിട്ട് ബാക്കി വീതിച്ച് അല്ലൂസിനും കാശിക്കൂട്ടിനും നമ്മുടെ പാർക്കൂട്ടിനും കൊടുത്തു കേട്ടോ. അങ്ങനെ നമ്മൾ വീണ്ടും യാത്ര തുടർന്നിരിക്കുകയാണ്. അതിമനോഹരമായ കാഴ്ചകളാണ് ഗൈസ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നേരിട്ട് കാണാൻ അടിപൊളിയായിരുന്നു കേട്ടോ. പിന്നെ ഈ ഒരു സംഭവം കൊണ്ട് ലാവൻഡർ കളറിലുള്ള ഈ ഒരു വൃക്ഷം തന്നെയല്ലേ പറയാം, ആ ഒരു സംഭവം അതെന്താ ഭാഗ്യമാണോന്ന് എനിക്കറിയില്ല, നീലഭാഗ്യമാണോന്ന് അറിയില്ല. അതൊക്കെ അടിപൊളി എന്ത് രസമായിരുന്നു കാണാനായിട്ട്. ഇപ്പോഴത്തേക്ക് നമ്മൾ ചന്ദനത്തോട്ടത്തിലെത്തിയിട്ടുണ്ട്. ഇത് ഫുള്ളും ചന്ദനത്തോട്ടാണ് അവിടെ. അപ്പം ഞാനപ്പോൾ അച്ഛനോട് കുറേ ഡൗട്ടുകൾ ചോദിക്കായിരുന്നു, ചേട്ടനോട് നിതീഷ് ചേട്ടനോട്. അപ്പോൾ ഇപ്പോൾ ഇത് ഓൾറെഡി ഇവിടെ ഇങ്ങനെ ഉണ്ടായി വന്നതാണ് ഈ ചന്ദനം. ഈ ഭാഗത്ത് ചന്ദനം മാത്രമാണ് ഉണ്ടായി വരിക. അപ്പോൾ പറഞ്ഞാൽ അതേ ചന്ദനം മാത്രമാണ് ഉണ്ടായി വരിക, അതൊരു ഇങ്ങനെ കാത്തു സൂക്ഷിക്കുന്നു, ആരും വെട്ടിക്കൊണ്ട് പോകാണ്ടൊക്കെ ആയിട്ട്. അങ്ങനെ നമ്മളതൊക്കെ കഴിഞ്ഞ് വന്നിട്ട് ഞാൻ പറഞ്ഞില്ലേ മറ്റേ ശർക്കര ജഗിരി സംഭവങ്ങൾ ഉണ്ടാക്കുന്ന സ്ഥലത്തേക്ക് വന്നിട്ടുണ്ട്. എവിടെയാണെങ്കിലും ഉണ്ടല്ലോ കുഞ്ഞു കുറേ സംഭവങ്ങളുണ്ട്. മൊക്കനെ കായ വന്ന് നിൽക്കുക, തെങ്ങുമ്മൽ ഓറഞ്ചുമ്മലൊക്കെ ആയിട്ട് ചാമ്പമ്മൊക്കെ ആയിട്ട് പ്രത്യേകം അതും എഴുതി വെച്ചിട്ടുണ്ട്, ഇതൊന്നും തുടരുന്നു പറഞ്ഞിട്ട്. അപ്പോൾ ഇവിടെയും അതൊക്കെ കാണണമെങ്കിൽ നമ്മൾ ടിക്കറ്റ് എടുക്കണം. 50 രൂപയും കണ്ടായിരുന്നു തോന്നുന്നു ഒരാൾക്ക് ടിക്കറ്റ് എടുത്ത്. അപ്പോൾ ഇവിടെ ഭയങ്കര തിരക്ക് കുറവായിരുന്നു കേട്ടോ. ഒരു ശാന്തസ്വരൂപമായൊരു അന്തരീക്ഷമായിരുന്നു. അപ്പോൾ അവർ പോയി ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. ഞങ്ങൾ പതുക്കതേ താഴത്തേക്ക്
ഇറങ്ങുന്നുണ്ട്. അപ്പോൾ ഈ തെങ്ങുമൊക്കെ നന്നായിട്ട് ചെരുപ്പ് കെട്ടി തൂക്കിയിട്ടുണ്ട് കേട്ടോ. ആ സമയത്ത് നിഖിൽച്ചാണെങ്കിൽ പറഞ്ഞു തന്നു അതെന്തിനാ അങ്ങനെ ചെയ്യുന്നതെന്ന്. പക്ഷെ ഞാൻ മറന്നുപോയി ഗൈസ്. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങളോട് കുറച്ച് സമയം ഒന്ന് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. അവിടെ എന്തോ ഒരു ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആ ഫാക്ടറിയുടെ ഉള്ളിലായിട്ട്. അപ്പോൾ ഞങ്ങളിവിടെ നോക്കിയപ്പോൾ ഇവിടെ ഓരോ സ്ഥലത്തായിട്ട് ചന്ദനമരം എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ അതിപ്പോൾ തുടരുന്നു പറഞ്ഞിട്ടൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. എനിക്ക് സത്യം പറഞ്ഞെങ്കിൽ ചെറിയൊരു ചന്ദനത്തിൻ്റെ കഷ്ണം കിട്ടിയാൽ നന്നായിരുന്നു എന്ന് തോന്നി. വേറെ ഒന്നല്ല, ശരിക്കും നമ്മൾ ചന്ദനം മുട്ടിയോണ്ട് ചന്ദനം അരച്ചൊക്കെ തേക്കുമ്പോൾ അതല്ലേ അത് നെറ്റത്ത് തൊടുന്നത് നല്ലതെന്ന് പറഞ്ഞിട്ടില്ലേ. നമ്മൾ കളഭം അല്ലെങ്കിൽ കൃത്രിമമായി ഉണ്ടാക്കുന്ന ചന്ദനത്തേക്കാളും നല്ലതായിരിക്കില്ലേ. ഞാൻ ഓടിച്ചുകൊണ്ടൊന്നും മൂട്ടില്ല ഗൈസ്, പ്ലീസ് ഇനി അത് പറഞ്ഞതാകരുത്. അപ്പോൾ ഇവരെ ബാക്കിലായിട്ട് തന്നെ ഇവരുടെ കരിമ്പിൻ്റെ കൃഷിയുണ്ട്. ഇവരെ തന്നെ പ്രൊഡക്ഷനാണ് കരിമ്പിൻ്റെ കൃഷിയുണ്ട്. പിന്നെ നമ്മൾ വിചാരിക്കുന്ന ഒരു കരിമ്പല്ല, നമ്മൾക്ക് കിട്ടുന്ന കരിമ്പല്ല ഈ ശർക്കര ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുക. അത് വേറൊരു ടൈപ്പ് കരിമ്പാണ്. പിന്നെ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ ഇവർ ഓരോന്നായിട്ട് നമുക്ക് നല്ല രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്ത് തരും കേട്ടോ. ആദ്യ സമയത്ത് ഇതിങ്ങനെ ശരിക്കും ചതച്ചിട്ട് മെഷീൻ്റെ ഉള്ളിലായിരുന്നു ഇട്ടിരുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട്, ഇപ്പം അങ്ങനെയല്ല, മെഷീൻ്റെ ഉള്ളിൽ തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ വെള്ളം വരുന്നൊക്കെ പറഞ്ഞു. ഞാനിത് കടിക്കും. ഞാനിത് ഒന്ന് കണ്ടിക്കല്ലേ ഇത്. ഞാനിപ്പോൾ പറഞ്ഞല്ലോ, നമ്മൾ ഇവിടെ തിന്നാൻ ഉപയോഗിക്കുന്ന കരിമ്പല്ല അവിടെ ആ ശർക്കരയ്ക്ക് എടുക്കുന്നത്. വളരെ ബലം കുറഞ്ഞൊരു സംഭവമാണ്. അത് പ്രത്യേകമായി ഉണ്ടാക്കുന്നതാണ്. അതുകൊണ്ട് അത് കിട്ടാൻ വേണ്ടിയിട്ട് ഭയങ്കര പാടാണ്. അപ്പോൾ ഓരോ കൃഷിക്കാർ കൊണ്ട് എത്തിച്ചു കൊടുക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഇവർ ഡെമോ വേറെ നമുക്ക് കാണിച്ചു തരാൻ വേണ്ടി ഉണ്ടാക്കി വെച്ചിരിക്കുന്നതാണ് കേട്ടോ. ഓരോരോ ഇതിൽ നിന്ന് നീരെടുത്തിട്ട് വേറൊരു പാത്രത്തേക്ക് വരും. പിന്നെ ആ നീര് ഇതേപോലെയുള്ള എന്തോ ഒരു മാവ്, കാട്ടുമാവിൻ്റെ ഇതിൽ തോണിലിട്ട് വെച്ചിട്ടൊക്കെയാണ്. പിന്നെ ആ കരിമ്പിൻ്റെ തന്നെ വേസ്റ്റ് എടുത്തിട്ടാണ് ഇവർ കത്തിക്കാൻ വേണ്ടി എടുക്കുന്നത്. പിന്നെ ഈ ചുറ്റും കാണുന്ന ആ ഒരു ഇതുണ്ടല്ലോ, ആ ഒരു പാത്രത്തിൽ തൊട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് ചൂട് കൊള്ളില്ല. അതിനെന്തോ ഒരു സംഭവം പറഞ്ഞു, അന്തരീക്ഷത്തിൽ സംഭവമൊക്കെ ആയിട്ട് കറക്റ്റായിട്ട് ഞാൻ മറന്നു പോയിട്ട് അവർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചേട്ടൻ തൊട്ടുപോകണുണ്ട്. അത്രയും തിളച്ച് പറയുന്നത് ശർക്കര പാനീയാണ്. അതുമ്പോൾ തൊട്ടിട്ടുണ്ടെങ്കിൽ ചൂട് എടുക്കില്ല. അതൊക്കെ ശരിക്കും ഒരു കണ്ടുപിടുത്തം തന്നെയാണല്ലേ. അത് എനിക്ക് ഭയങ്കര ഗ്രേറ്റായിട്ട് തോന്നിയിട്ടാ. ഇത്ര അടുത്തൊക്കെ നമുക്ക് ചെന്ന് നിൽക്കാൻ പറ്റില്ല അതിൻ്റെ ചൂടുകൊണ്ട്. പിന്നെ അത് തയ്യാറായി വരുന്ന ആ ഒരു നീര് ഇതിലേക്ക് എത്തിയിട്ട് കണ്ട കാട്ടുമാവിൻ്റെ സംഭവത്തിലേക്ക് എത്തിയിട്ട് അവരിങ്ങനെ ഉണ്ട പിടിച്ച് വെക്കുന്നതാട്ടാ. എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു ചെറിയൊരു കഷ്ണം തരുമോ ചേട്ടാന്ന്. അപ്പോൾ അവർ പറയുന്നതേ മോളെ അവിടെ പൈസ കൊടുത്ത് വാങ്ങിച്ചോളാം പറഞ്ഞാൽ ഞാൻ പിന്നെ നാളെ കിട്ടില്ലെന്ന് വിചാരിച്ചു ഞാൻ ചോദിച്ചില്ല. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് കണ്ടു നിൽക്കുമ്പോൾ ഇവിടുത്തെ ഈ ബോഗൻവില്ല കണ്ട് നല്ല അടിപൊളി ബോഗൻവില്ല ഇങ്ങനെ പുറ്റുപുറ്റായിട്ട് നിൽക്കുന്നത്. അപ്പോൾ ഒരു ഫോട്ടോ എടുത്ത് തരാൻ പറഞ്ഞപ്പോൾ എനിക്ക് ചേട്ടൻ ഫോട്ടോ ഒക്കെ എടുത്തു. അത് കഴിഞ്ഞിട്ട് കരിമ്പിൻ ജ്യൂസ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഇവർ തന്നെ ഉണ്ടാക്കി കൊടുക്കുന്നതാട്ടോ. ഇവർ ജ്യൂസ് അടിച്ച് വെച്ചിട്ടുണ്ട്. നമ്മൾ കടയിൽ നിന്ന് വാങ്ങണ കരിമ്പിൻ ജ്യൂസിൻ്റെ കളർ ഒരു മഞ്ഞ ഓറഞ്ചൊക്കെ അല്ല, പക്ഷേ ശരിക്കും ഈ ശർക്കര ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന കരിമ്പിൻ ജ്യൂസിൻ്റെ കളർ പച്ച കറുപ്പായിരിക്കും. ശരിക്കും പഞ്ചസാര വെള്ളം പോലെ ആയിരിക്കും കേട്ടോ. ഇവർക്കും എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഈ ഒരു കളർ കണ്ട. എന്താ പറയുക, വെളിച്ചെണ്ണൊക്കെ മുറുക്കിയിട്ട് വരുന്നില്ലേ, അതിൻ്റെ ഒരു കളറായിരുന്നു. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടാ. എനിക്ക് ഇവർക്കാർക്കും അത് ഇഷ്ടമായില്ല, എന്തൊരു കുത്തലെന്നൊക്കെ പറഞ്ഞിട്ട് അത് ഇഷ്ടമല്ല. ഒരു ഗ്ലാസ്സിന് 50 രൂപ എങ്ങാണ്ടൊക്കെ ആയിരുന്നു. ഞങ്ങളൊരു 2-3 ഗ്ലാസ് വാങ്ങിച്ചു. ഫേസിൽ വെളിച്ചം വരും. അവൾക്ക് വേണ്ട, അവനാ കൂട് തുറന്ന് നോക്കാൻ പോണു. ഇത് ഫസ്റ്റ് വൺ ഇത് കഴിക്കാം. അപ്പോൾ ടേസ്റ്റ് കുറച്ച് കൊടുത്താൽ ഒരു പൊടിക്ക് കൊടുത്താൽ മതി.
നമ്മൾ നേരത്തെ ടേസ്റ്റ് ചെയ്ത് നോക്കിയത് ശർക്കര മിഠായി, പിന്നെ അങ്ങനെ വിവിധ തരം ശർക്കര കൊണ്ട് ഉണ്ടാക്കുന്ന സാധനങ്ങളൊക്കെ ആയിട്ടാണ്. അതൊക്കെ ടേസ്റ്റ് ചെയ്ത് നോക്കി. പിന്നെ അതേ നമ്മൾ തിരിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം നമ്മളൊരു സ്ഥലത്തേക്ക് പോവാണ്. ആ സ്ഥലത്തിൻ്റെ പേര് മറന്നു. പക്ഷെ അത് നമ്മൾ ആ സ്ഥലത്തേക്ക് പോണത് ചായ കുടിക്കാനാണ്. അത്രയും ദൂരെ പോണത്. അവിടെ എന്തോ കൃഷിയും സംഭവങ്ങളൊക്കെ ഉണ്ട്. ലൈവായിട്ട് പഴം പറിച്ചെടുക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങോട്ട് പോണത് കേട്ടോ. അത് അവിടെ ചെല്ലുമ്പോഴേ അറിയുള്ളൂ ഇപ്പം അത് ഉണ്ടോയെന്ന്. മൂന്നാറിൽ മറ്റേ വട്ടവടയിലൊക്കെയാണ് തോന്നുന്നുണ്ട് സ്ട്രോബെറി സംഭവങ്ങളൊക്കെ ഉള്ളത്. ലൈവായിട്ട് നമ്മൾ പറിച്ചെടുക്കൂലേ. അപ്പം ഞങ്ങളത് അടിച്ചു പൊളിച്ചിട്ടാണ് പോണത്. പാട്ടൊക്കെ വെച്ച് കോടമഞ്ഞോ പൂ എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെയാണ് പോണത്. അപ്പോൾ അതിവിടെ ചായ കുടിക്കാൻ വേണ്ടി എത്തിയിട്ടുണ്ട്. ഇതുണ്ടല്ലോ ശരിക്കും നമ്മൾ സിനിമയിലൊക്കെ കാണൂലേ, പച്ച പുതച്ച ഒരു സ്ഥലത്ത് ചെറിയൊരു ചായക്കട സംഭവങ്ങളൊക്കെ ആയിട്ട് നല്ല രസമാണ് ഇവിടെ ഇതൊക്കെ കാണാൻ. കാരണം നമുക്ക് ചിലപ്പോൾ ഇതൊന്നും കാണാത്തതുകൊണ്ടായിരിക്കും ഇത് ഭയങ്കര രസമായിട്ട് തോന്നണട്ടെ. ഇവിടെയുള്ള ആൾക്കാർക്ക് ചിലപ്പോൾ ഇത് എന്താ പറയുക, അതൊക്കെ കോമൺ ആണ്. അങ്ങനെ തന്നെയാണ് നമ്മുടെ നാട്. നമുക്ക് പ്രത്യേകിച്ച് അങ്ങോട്ട് വലുതാവില്ല, വല്ലയിടത്തും ചെല്ലുമ്പോൾ ആഹാ അങ്ങനെ. പക്ഷെ ഞാൻ പറയണേ, വീണ്ടും പറഞ്ഞ അവർക്ക് നമ്മുടെ നാട്ടിലൊക്കെ വന്നാൽ ഇത്രയും വണ്ടികളും ബഹളങ്ങളും കെട്ടിടങ്ങളും ഒക്കെ ആയിട്ട് അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ഫേസ് ചെയ്യാനായിട്ട്. നമുക്ക് അവിടെയൊക്കെ പോകുമ്പോൾ വാവ് ബ്യൂട്ടിഫുൾ എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ പ്ലേസ് ഉണ്ട്. അപ്പം ഞാൻ ആലോചിച്ചപ്പോൾ നമ്മളിവിടെ കുറേ അമ്പലങ്ങളുണ്ട്, മാളുകളുണ്ട്, ഹോട്ടൽസൊക്കെ ഉണ്ട്. അതൊക്കെ അവർക്ക് ഒരു വേറെ എക്സ്പീരിയൻസ് തന്നെയായിരിക്കും അല്ലേ. ഞാൻ ഈ പറയുന്നതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ. അങ്ങനെ നമ്മളിതേ ചായ കുടിക്കാൻ ഇരിക്കുകയാണ്. പോകുന്നത് എനിക്കിതേ വീഡിയോ എടുത്തു തന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ പാർക്കുട്ടനായിട്ട്. മാമ ഞാൻ വീഡിയോ എടുത്തരാം, മാമ ചായ കഴിച്ചോ എന്ന് പറഞ്ഞിട്ട്. രണ്ടമ്മമാരെ ഇറങ്ങിയില്ല കേട്ടോ, കാറിൽ തന്നെ ഇരുന്നു. കാരണം അവർ കുറേ നേരമായി ഇറങ്ങും കയറൊക്കെ ആയിട്ട്. അപ്പോൾ അവർക്ക് അങ്ങോട്ട് ചായ കൊണ്ട് കൊടുത്തു. ഞങ്ങളാണെങ്കിൽ ഇവിടെ നല്ല വൈബടിച്ചിരുന്ന് കുടിക്കാമെന്ന് വിചാരിച്ചിട്ട് ഇവിടെ വന്നിരുന്ന് കുടിച്ചു. വരുന്ന വഴിക്ക് ഇത് വീട്ടിൽ തന്നെ ഫ്രൂട്ട്സ് വിൽക്കണ കടയായിട്ടാണ്. അപ്പോൾ ഞങ്ങളിവിടെ ഇറങ്ങിയപ്പോഴും ഞങ്ങളെ മനസ്സിലായി ആ വീട്ടിലത്തെ ചേച്ചിക്ക്. അപ്പോൾ ചേച്ചി PK കപ്പിൾസ് എല്ലാം ഞങ്ങൾ കാണാറുണ്ടെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അവരുടെ ആയിട്ട് സംസാരിച്ചു. പിന്നെ നമ്മൾ മറ്റവിടുത്തെ ഒരു പാഷൻ ഫ്രൂട്ട് ഇല്ലേ, ഒരു വെള്ള ഉള്ളിൽ വരുന്നത്, അത് വാങ്ങിച്ചു കേട്ടോ. അത് എത്ര കിലോ 200 240 രൂപ അങ്ങടക്കി ആയിരുന്നു. അമ്മയ്ക്ക് ഉണ്ടായിരുന്നു. അത് 2 കെട്ട് വാങ്ങിച്ചു. അപ്പോഴേ തിന്നൽ സ്റ്റാർട്ട് ചെയ്തു. പിന്നെ ഒരു പീച്ച് എന്നല്ല പറയാം, അതുണ്ടായിരുന്നു. അപ്പോൾ അത് ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ നമ്മൾ അച്ചാറൊക്കെ ഇടാൻ കൊള്ളാം. അപ്പോൾ ചേച്ചി പറഞ്ഞു പഴുത്ത നല്ല ടേസ്റ്റ് ആയിരിക്കും മോളെന്ന് പറഞ്ഞു. അപ്പോൾ അത് ചേട്ടനൊരു ആഗ്രഹം കൊണ്ട് അതും വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെന്താ മാങ്ങ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളിത് ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ വലിയ ടേസ്റ്റ് ഒന്നുമില്ല. എൻ്റെ കുരുവിൻ്റെ അടുത്തേക്കൊക്കെ വന്നപ്പോൾ ചെറിയൊരു കയ്പ്പൊക്കെ ഉണ്ടായിരുന്നു. എന്തെങ്കിലും ആവട്ടെ വീട്ടിൽ കൊണ്ട് നോക്കാം, നമ്മൾ തിന്നാത്ത സാധനങ്ങളെല്ലാം ഒന്ന് ടേസ്റ്റ് ചെയ്യാൻ വിചാരിച്ചിട്ട്. അപ്പോൾ അതേ വണ്ടിയിൽ വെച്ചിട്ട് ഞങ്ങൾ തിന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഓരോരുത്തർക്ക് ഓരോ കഷ്ണം കൊടുത്തോണ്ടിരിക്കുകയായിരുന്നു. എല്ലാവരും ടേസ്റ്റ് ചെയ്യും. നമ്മൾ എന്നും പഴമൊക്കെ അല്ല ടേസ്റ്റ് ചെയ്യുന്നതൊക്കെ കഴിക്കാൻ പറഞ്ഞിട്ട്. ചായ മാത്രം കുടിച്ചുള്ളൂ കേട്ടോ. കടിയൊന്നും കഴിക്കാത്തതുകൊണ്ട് നല്ല വിശപ്പായിരുന്നു. അപ്പോൾ ഒരു മാങ്ങയൊക്കെ ഉണ്ടായിരുന്നു, നല്ല പഴുത്ത മാങ്ങയായിരുന്നു. അപ്പോൾ അതൊക്കെ ഓരോന്ന് കഴിച്ചു. പതുക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. രാത്രി ആയപ്പോൾ നമ്മൾ ജന്ന ഹോട്ടലിൽ കയറിയിട്ട്, കഴിഞ്ഞ പ്രാവശ്യമൊക്കെ നമ്മൾ മൂന്നാറിൽ വന്നപ്പോൾ ഇവിടെ കയറിയിട്ടായിരുന്നു ഫുഡ് കഴിച്ചേട്ടാ. അപ്പോൾ ഇവിടെ കയറിയിട്ടുണ്ട്. അപ്പോഴേക്കും പിള്ളേർക്ക് ഷൂസും സംഭവങ്ങളൊക്കെ ഇട്ട് കൊടുത്തു. എല്ലാവരും ടയേർഡായിട്ടുണ്ട്. ഓരോരുത്തർ ബാത്റൂമിലൊക്കെ പോയിട്ട് ഫേസ് വാഷൊക്കെ ചെയ്ത് വന്നിരിക്കുകയാണ്. പിന്നെ ഫുഡ് കഴിക്കുക. ഇനി ഇവിടുന്ന് ഒരു 4 മണിക്കൂറുണ്ടെന്നാണ് പറഞ്ഞത്. അപ്പം അതൊക്കെ പോകാൻ തന്നെയാണ് പറയുന്നത്. അപ്പം അമ്മമാർക്ക് ഈ പറഞ്ഞ പോലെ രാത്രി പിള്ളേരെ കൊണ്ട് വണ്ടി ഓടിപ്പിക്കാനായിട്ട് ടെൻഷനായി. എനിക്ക് ടെൻഷൻ. അമ്മ പറയും എവിടെയെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ലേറ്റായിട്ട് വരുമ്പോൾ പറയും നിങ്ങൾ എവിടെയെങ്കിലും ഹോട്ടലിൽ അങ്ങനെ കയറി റൂം എടുക്കുക, എന്നിട്ട് പതുക്കെ പിറ്റേ ദിവസം വന്നാൽ മതി. കാരണം അമ്മയ്ക്ക് ഭയങ്കര പേടി രാത്രി വരുമ്പോൾ ഉറങ്ങുമോ നോക്കി. ഞങ്ങളപ്പോൾ ഇതേ ഫുഡ് പറഞ്ഞിട്ട് എല്ലാവർക്കും കുഴിമന്തി പറഞ്ഞു. അമ്മയ്ക്കൊന്നും വീലമ്മയ്ക്കൊന്നും വേണ്ട. അതായത് അമ്മയ്ക്ക് രാത്രിക്ക് ഫുഡ് അധികമായാലും കുറച്ചാലും കഴിച്ചിട്ടുണ്ടെങ്കിൽ ഒരു സുഖം ഉണ്ടാവില്ല. അപ്പം അമ്മയ്ക്കൊരു ജ്യൂസ് മതി എന്ന് പറഞ്ഞിട്ട് അമ്മയ്ക്ക് അത് പറഞ്ഞു. പിന്നെ ഞങ്ങൾ 4 പേർക്കും കുഴിമന്തി പറഞ്ഞു. പിന്നെ റൈസ് ഉണ്ടല്ലോ, അപ്പോൾ പിള്ളേർക്ക് അത് കൊടുക്കാമല്ലോ എന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെ ഫുഡ് എത്തിയിട്ടുണ്ട്. ഇനി ഇവർക്ക് കൊടുക്കണം. ഇനി കാറി കയറണം. എനിക്കും രാത്രി വരുമ്പോൾ ഉറങ്ങാനൊരു പേടിയാണ്. എനിക്ക് നീൽ ചേട്ടനോട് ഇവരോട് സംസാരിച്ചിരിക്കണം. അപ്പോൾ നമുക്കൊരു സമാധാനമായിരിക്കില്ലേ.
അപ്പോൾ ഗൈസ് ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈ മൂന്നാർ ടൂർ വിശേഷം ഇവിടെ അവസാനിക്കുകയാണ്. ഇനിയൊരു ടൂറിനി നമ്മൾ ഇപ്പം അടുത്തൊന്നും പ്ലാൻ ചെയ്യുന്നില്ല. നല്ലൊരു അടിച്ചു പൊളിച്ചൊരു ട്രിപ്പ് തന്നെയായിരുന്നു കേട്ടോ. നമ്മുടെ കൂടെ വന്നവർക്കും നമ്മൾക്കും ഒത്തിരി സന്തോഷമായി. അതേപോലെ തന്നെ നമ്മൾ ആദ്യം പോയ കുട്ടച്ഛനും സീതമ്മനായിട്ടുള്ള ട്രിപ്പും അടിപൊളിയായിരുന്നു. എല്ലാം കൊണ്ട് നന്നായിട്ട് ഭംഗിയായിട്ട് നടന്നു. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. നമ്മളിപ്പോൾ അടുത്ത വീഡിയോ കാണുന്നതായിരിക്കും. അതൊരിക്കലും എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ, സീ യു.